ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് അരുൺ തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച ഓണ റിലീസായി തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്നത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസത്തെ കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, നോർത്ത് ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടും GCC ഓവർസീസ് രാജ്യങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടും വിശദമായി പുറത്തു വന്നിട്ടുണ്ട്. അവിട്ടം ദിനം കൂടിയ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ 7,30,00,000 രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയത്. ആദ്യ 10 ദിവസം കൊണ്ട് 51,76,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ആദ്യ 10 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 11,15,00,000 രൂപയും ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 9,85,00,000 സ്വന്തമാക്കിയ സിനിമ കർണാടകയിൽ നിന്ന് 7,55,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് 3,30,00,000 ഉൾപ്പെടെ 31,85,00,000 രൂപയാണ് ഈ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. 10 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 83,61,00,000 രൂപയാണ്. സിനിമ GCC ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് 10 ദിവസം കൊണ്ട് $9.51 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 83,90,00,000 രൂപ. ടോട്ടൽ 167,51,00,000 രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 10 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ഈ സിനിമയുടെ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയ 11ാം ദിവസത്തെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് അഡ്വാൻസ് ബുക്കിലൂടെ ഈ സിനിമ കളക്ട് ചെയ്തത് 4,75,00,000 രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമ കേരളത്തിൽ 6.5-7 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ആദ്യ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 58-59 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 21 കോടി റേഞ്ചിലുമാണ്. ആദ്യ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 188 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 ഓണ റിലീസായി തിയേറ്ററിലെത്തിയ ഹൃദയപൂർവ്വം എന്ന സിനിമ സൂപ്പർ ഹിറ്റ് വിജയം നിലവിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. 10ാം ദിനവും അവിട്ടം ദിനം കൂടിയ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 3,70,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ആദ്യ 10 ദിവസം കൊണ്ട് 26,03,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. കർണാടകയിൽ നിന്ന് 1,69,00,000 രൂപയാണ് ഈ സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ. ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 26,00,000 രൂപയും തമിഴ്നാട് കളക്ഷനായി 95,00,000 രൂപയും സ്വന്തമാക്കിയ സിനിമ ഹിന്ദി ബെൽറ്റിൽ നിന്ന് 1,23,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 30,35,00,000 രൂപയാണ് ഈ സിനിമയുടെ 10 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. GCC ഓവർസീസ് കളക്ഷനായി ഈ സിനിമ 26,50,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 10 ദിവസം കൊണ്ട് 56,85,00,000 രൂപയാണ് ഹൃദയപൂർവ്വം ലോകമെമ്പാടുമായി നേടിയെടുത്തിട്ടുള്ളത്. 11ാം ദിവസവും രണ്ടാമത്തെ ഞായറാഴ്ചയും കൂടിയ ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഈ സിനിമ 1,88,00,000 രൂപ നേടിയെടുത്തിരുന്നു. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 3.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 11 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 29,50,00,000 മുതൽ 30 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5-5.5 കോടി റേഞ്ചിലുമാണ്. ആദ്യ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 61 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഓണം റിലീസായി ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. അൽത്താഫ് സലീം തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ, ലാൽ, വിനയ് ഫോർട്ട്, രേവതി പിള്ള എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഏകദേശം 32 കോടി ബഡ്ജറ്റിൽ തിയേറ്ററിലെത്തിയ ഈ സിനിമ വമ്പൻ പരാജയമായി മാറിയിരിക്കുകയാണ്. ചിത്രം രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയ ഔട്ടം ദിനമായി ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 6 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെ ഇന്നലെ വരെയുള്ള 9 ദിവസം കൊണ്ട് കേരളത്തിൽ 2,07,00,000 രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളത്. വിദേശ കളക്ഷൻ ഉൾപ്പെടെ ഫൈനൽ കളക്ഷനായി 3 കോടിക്ക് താഴെ മാത്രമേ ഈ സിനിമ നേടിയെടുക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഫൈസൽ ഫസലുദ്ദീൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 29 ഓണ റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മേനെ പ്യാർ കിയ. ഹൃദു, ഹറുൺ, പ്രിറ്റി, മുകുന്ദൻ, അസ്കർ ഡി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് 9ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 1 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്യാനായത്. 9 ദിവസം കൊണ്ട് കേരളത്തിൽ 42 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 60 ലക്ഷം റേഞ്ചിൽ മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ. ഈ സിനിമയും സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. AR മുരുകദോസ് തിരക്കഥ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് വമ്പൻ കളക്ഷനായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് മദ്രാസി. ശിവകാർത്തികേയൻ, രുക്മിണി വസന്ത്, വിദ്യുൻ ജവ്വാൾ, മലയാളി താരമായ ബിജു മേനോൻ, വിക്രാന്ത്, ഷബീർ കല്ലറയ്ക്കൽ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. 180 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് 50 ലക്ഷം രൂപയും രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച 52 ലക്ഷം രൂപയുമാണ്. 2 ദിവസം കൊണ്ട് കേരളത്തിൽ 1,02,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ ദിവസം തമിഴ്നാട്ടിൽ 12,80,00,000 കളക്ട് ചെയ്ത ഈ സിനിമ GCC ഓവർസീസ് കളക്ഷനായി മാത്രം ആദ്യ ദിവസം 8,80,00,000 രൂപയും നേടിയെടുത്തിരുന്നു. സിനിമ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുത്തത് 25,50,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസമായ ശനിയാഴ്ച തമിഴ്നാട്ടിൽ 12 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ 2 ദിവസം കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ 25 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. GCC ഓവർസീസ് കളക്ഷനായി രണ്ടാം ദിവസമായ ശനിയാഴ്ച 10 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ 2 ദിവസം കൊണ്ട് 50 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ട ഈ സിനിമ 3ാം ദിവസം ഇന്ന് ഞായറാഴ്ച ലോകമെമ്പാടുമായി 35 കോടി കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 85 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. അർജുൻ അശോകൻ നായകനെ അനിൽകുമാർ തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 22 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് തലവര. രേവതി ശർമ്മ, ശരത് സഭ, അശോകൻ, അഭിരാൻ രാധാകൃഷ്ണൻ, ദേവദർശിനി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നതെങ്കിലും സിനിമയ്ക്ക് നിലവിൽ വിജയം നേടിയെടുക്കാൻ ഇതുവരെയും ആയിട്ടില്ല. ചിത്രം 16ാമത്തെ ദിവസവും 3ാമത്തെ ശനിയാഴ്ചയും കൂടിയ ഇന്നലെ കേരളത്തിൽ 3,15,000 രൂപയാണ് കളക്ട് ചെയ്തത്. 16 ദിവസം കൊണ്ട് 2,20,00,000 രൂപ കേരള കളക്ഷനായി സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 3 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്.
ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.